വളരെ പോപ്പുലറായൊരു മാപ്പിളപ്പാട്ടുണ്ട്. ഉടനെ കഴുത്തൻ്റേതറുക്കുവാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്കു വാപ്പാ. പഴയ ബലിപെരുന്നാളിൻ്റെ ആ ചരിത്രപരമായ സംഗതികളെ മുൻനിർത്തി എഴുതിയ ഒരു വളരെ പോപ്പുലറായിട്ടുള്ളൊരു മാപ്പിളപ്പാട്ടാണ്. എന്ന് പറഞ്ഞാൽ ബാപ്പ മകനോട് നല്ല ഉറച്ച വിശ്വാസത്തോടെ എൻ്റെ കഴുത്തറുക്കാൻ പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആ പാട്ട് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ എന്തിനാ ഓർത്തതെന്ന് ചോദിച്ചാൽ, ഏത് ചടങ്ങ് വന്നാലും കിടക്കപ്പുറതി ഇല്ലാത്തത് ബ്രോയിലർ കോഴിക്കാണെന്ന് പറയുന്നത് പോലെ സംഗതി ഏത് വന്നാലും പിടിച്ച് കണ്ടിക്കാൻ നിർത്തിയേക്കുന്നത് ഒരു സവിശേഷതരം പേരുള്ള ആളുകളെയാണ്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ കണ്ടിക്കപ്പെടാൻ യോഗ്യരല്ല. കാരണം അവരെ കണ്ടിക്കുമ്പോൾ വളരെ കൂടുതൽ സന്തോഷവും ആഹ്ലാദവും ആളുകൾക്ക് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് അവരെ തന്നെ കണ്ടിച്ചേക്കാമെന്ന് വിചാരിക്കുന്നത്. കേരളത്തിൽ ഇലക്ഷൻ വന്നാൽ ഏത് മുന്നണിയിൽ നിന്ന് മുഖ്യമന്ത്രിമാരുണ്ടായാലും ആഭ്യന്തരമന്ത്രിമാരുണ്ടായാലും അവരൊന്നും മുസ്ലിം ആയിരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാം. കാരണം അത്തരം പേരുകാരൊന്നും ഇപ്പോൾ മുഖ്യമന്ത്രിയാവാനോ ആഭ്യന്തരമന്ത്രിയാവാനോ ഒന്നും പരിഗണിക്കപ്പെടുന്നതേയില്ല. പക്ഷേ എന്നാൽ പോലും എന്തെങ്കിലും പ്രചാരവേലയോ സംഗതികളോ തട്ടിവിടാൻ വ്യാജനുണ്ടാക്കിയാലും അവരുടെ പേരിൽ ഉണ്ടാക്കുക എന്നതാണ് ഒരു ഇഷ്ടപ്പെട്ട വിനോദം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2 സംഗതികൾ പുറത്തു വന്നു. ഒന്ന്, എൻ്റെ ഒരു സുഹൃത്തായ മാധ്യമപ്രവർത്തകൻ വളരെ ഗൗരവമായി അയച്ചു തന്നതാണ്. ഒരല്പം നിരാശയോടെയും വേദനയോടെയാണ് അദ്ദേഹം അയച്ചത്. എന്ന് വെച്ചാൽ ഇത് എന്താ ഇവരൊക്കെ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ആ കാർഡ് വായിച്ചാൽ അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കെല്ലാവർക്കും തോന്നിപ്പോവും. ആ കാർഡ് ഇങ്ങനെയാണ്: മലബാറിലെ മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം മതി UDFന് അധികാരത്തിലെത്താൻ. എന്നിട്ടൊരു പാവം KPA മജീദിൻ്റെ ഫോട്ടോയും. KPA മജീദ് ആരാ? അദ്ദേഹം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ചീഫ് വിപ്പ് ആയിരുന്നു, നിരവധി തവണ MLA ആയിരുന്നു. എന്നാൽ ഈ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കാനില്ല, പുതിയ തലമുറയിൽപ്പെട്ടവർ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്ഥാനം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാത്വികനായ മനുഷ്യനാണ്. പൊതുപ്രവർത്തനത്തിൽ നിന്ന് കാശൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത, ആരുടെയും പുറത്ത് കയറിയിട്ടില്ലാത്ത, അഴിമതി ആരോപണങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ നിസ്വാർത്ഥനായ ഒരു ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെച്ചാണ് ഈ കാർഡ് കാച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേജിൽ ചെന്നപ്പോൾ അതിൽ അദ്ദേഹം ഈ കാർഡ് വ്യാജൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലീസ് പെറ്റീഷൻ കൊടുത്ത ആ സംഗതി കൂടി ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം നേതാക്കൾ അതിനുകൂടി തയ്യാറായിരിക്കണം. അവരുടെ ശബ്ദത്തിലും അവരുടെ ചിത്രം വെച്ചും ഈ പറഞ്ഞതുപോലെ ഏത് സമയത്തും എന്ത് വ്യാജനും നിർമ്മിക്കപ്പെടാം. ആ വ്യാജന് 2 ഇടത്തും പ്രസക്തിയുണ്ട്. എവിടെയുണ്ട്? ഇടതുപക്ഷത്തും ഉണ്ട്, NDAയിലും ഉണ്ട്. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അവർക്ക് മുസ്ലിങ്ങളോട് വിരോധമില്ല എന്ന് പറയുമ്പോഴും ആ ഇലക്ഷൻ്റെ അവരുടെ ഒരു ക്യാമ്പയിൻ്റെ ബേസിസ് എന്താണെന്ന് നമ്മുടെ വെള്ളാപ്പള്ളി സാറ് തുടങ്ങി വെച്ച ആ ക്യാമ്പയിൻ മുതൽ നമുക്കൊക്കെ അറിയാവുന്നൊരു ബേസ് ഉണ്ട്, ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ബേസ്. അതിന് ലീഗാണെന്ന പേരിൽ ലീഗിനകത്തുനിന്ന കുന്നമംഗലത്തെ MLA ആയിരുന്ന UC രാമൻ്റെ പേര് വെച്ചൊരു കാർഡ് ഉണ്ടാക്കുമോ? ഉണ്ടാക്കത്തില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സ്മിജിയുടെ പേരിൽ വെച്ചൊരു കാർഡ് ഉണ്ടാക്കുമോ? ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഈ പേരുകാരാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ഇവർക്കാണ് ഔഷധമൂല്യമുള്ളത്. അപ്പോൾ ഇത് സാക്ഷാൽ KPA മജീദ് സാറിൻ്റെ പേരിൽ വെച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം വേറൊരു കാർഡ് കണ്ടു. അത് ഇതിനേക്കാൾ വിചിത്രമാണ്. അതാരുടെ പേരിലാണെന്നറിയാമോ? അത് ഇത്തവണ കൂടി UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതാണ്ട് പോകുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങൾ പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അയാളുടെ പേര് വെച്ചിട്ട് ഒരു കാർഡ്. എന്നിട്ട് അത് ഷെയർ ചെയ്തേക്കുന്ന ആരാ? KP അജയകുമാർ. അയാളുടെ കമൻ്റ് എന്താ? മട്ടാഞ്ചേരി കള്ളപ്പണ മാഫിയ പടങ്ങളിൽ അഭിനയിക്കുന്ന സുഡാപ്പിയുടെ മനസ്സിലിരിപ്പ് കാണുന്നുണ്ടല്ലോ. ഇതാണ് അയാളുടെ പോസ്റ്റ്. ആ പാവവും ഫേസ്ബുക്കിൽ കയറി തെറ്റായ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാൻ അത് മറ്റൊരാളുടെ പേരിൽ കെട്ടിവെക്കുന്നത് നിയമപരമായി കുറ്റകരവും അങ്ങേയറ്റം ലജ്ജാകരവുമാണെന്നും പറഞ്ഞാണ് ആസിഫ് അലി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാ ആസിഫ് അലി? പണ്ടൊരു മഹാനായ അവറുകൾ ഈ അവാർഡ് കൊടുക്കാൻ ആസിഫ് അലി എന്നപ്പോൾ ആസിഫ് അലിയിൽ നിന്ന് വാങ്ങാതെ മറ്റൊരാളിനെ വിളിച്ചു വരുത്തി അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിച്ച കണ്ടപ്പോൾ കേരളത്തിൽ ഒരുപാട് പേർ ആസിഫ് അലിയോടൊപ്പം, ആസിഫ് അലിയോട് ചേർന്ന് എന്നൊക്കെ പറഞ്ഞ ആസിഫ് അലിയെയാണ് ഈ വ്യാജ കാർഡിൽ കുടുക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ UDF വരേണ്ടത് മുസ്ലിങ്ങളുടെ ഒരു കാര്യമാണ്. ഇതാണ് അതിൻ്റെ ഒരു അജണ്ട. അതിനാണ് KPA മജീദിനെയും ഇവരെയും ചെയ്യുന്നത്. ഈ നറേറ്റീവ്
UDF വിരുദ്ധരിങ്ങനെ വ്യാപകമായി പലയിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ വന്നാൽ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, മറ്റേതാണ് മറിച്ചേതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഉടനെ കഴുത്തൻ്റേത് അറുക്ക് വാപ്പാന്ന് പറഞ്ഞില്ലേ, അത് അറുക്കാൻ നിർത്തിയിരിക്കുന്നവരാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ടെങ്കിലും അതറിഞ്ഞുകൂടാത്ത കുറേ കാളകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് വലിയ ദയനീയമായ കഷ്ടം. എന്തു ചെയ്യും? തലയിലെഴുത്താണ്.